ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമേ ടിവി സീരീസിന്റെ സീസൺ 3 11ാമത്തെ എപ്പിസോഡാണ്. ഇനി വെറും 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 3 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ശരി വാ, ഇന്ന് നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം ബ്രദർ എന്ന് മൈക്കി ഇസാനയെ നോക്കി പറയുന്നു. രണ്ട് ടീമിന്റെയും ലീഡേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുവാണ് എല്ലാവരും. നീ ഫ്യൂച്ചറിൽ നിന്ന് വന്നിരിക്കുകയാണോ? അത് കേൾക്കുമ്പോ തന്നെ മണ്ടത്തരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നീ എത്രയൊക്കെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുക? മൈക്കിയും ഞാനും ഇനി നിന്റെ കൂടെ ഉണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് വേഗം തീർക്ക് എന്ന് ഡ്രാഗൺ പറയുന്നു. എങ്ങനെയാടാ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ ഇസാന മൈക്കി ഒറ്റ അടി അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന് തിരിച്ച് മൈക്കി തന്റെ കിക്ക് ഇസാനക്ക് നേരെ പ്രയോഗിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഇസാന അത് തടയുന്നു. വീണ്ടും മൈക്കി ഇസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇസാന അതും തടയുന്നു. കുഴപ്പമില്ലല്ലോ, നിന്റെ കിക്ക് വളരെയധികം പവർഫുൾ ആണ് എന്ന് ഇസാന മൈക്കിയോട് പറയുന്നു. മൈക്കിയുടെ കിക്ക് വരെ തടുത്തോ എന്ന് ടാക്കിമിച്ച് ചിന്തിക്കുന്നു. ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയധികം എക്സൈറ്റ്മെന്റ് ആയിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ഇസാന മൈക്കിയെ അറ്റാക്ക് ചെയ്യുന്നു. അടികൊണ്ട് മൈക്കി തെറിച്ച് വീഴുവാണ്. എന്ത്, മൈക്കി വരെ തെറിച്ചു പോയോ എന്ന് പറഞ്ഞ എല്ലാവരും നോക്കുന്നു. നാച്ചുറൽ ഫൈറ്റിംഗ് സ്കിൽസ്, അതാണ് ഇസാനയുടെ പവർ എന്ന് പറഞ്ഞ് മോച്ചി നോക്കുന്നു. എന്റെ പ്ലാൻ എല്ലാം തന്നെ ഫെയിൽ ആയിട്ടുണ്ടാവും, പക്ഷേ എന്റെ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇസാന മൈക്കിയെ നോക്കുന്നു. ടോമാന്റെ ലീഡർ ആയിട്ടുള്ള മൈക്കി ഇങ്ങോട്ട് വന്നാലും ടോമാൻ തോൽക്കാൻ തന്നെ പോവാണോ എന്ന് പറഞ്ഞ് ടാക്കമിച്ച് ചിന്തിക്കുന്നു. താഴ്വീണ മൈക്കി എന്നിട്ട് ഓടിപ്പോയി ഇസാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അത് ബ്ലോക്ക് ചെയ്ത ഇസാന അവന്റെ മോന്തക്കിട്ടൊരു കിക്ക് അങ്ങ് കൊടുക്കുന്നു. എന്തിനാടാ ഹേമയെ കൊന്നേ എന്ന് മൈക്കി അവനോട് ചോദിക്കുന്നു. പിന്നീട് ഫാസ്റ്റിൽ ഹോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസാനയെയും കോക്കച്ചോനെയാണ് കാണിക്കുന്നത്. ഹേ ഇസാന, നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട് എന്നൊരാൾ പറയുന്നു. അമ്മയായിരിക്കും എന്ന് പറഞ്ഞ് ഇസാന ഓടിപ്പോയി നോക്കുവാണ്. നോക്കുന്ന സമയത്ത് ഷീനിച്ചിറോ ആയിരുന്നു അത്. നിങ്ങൾ ആരാ? ഞാൻ നിന്റെ ബിഗ് ബ്രദർ ആണ് എന്ന് ഷീനിച്ചിറോ അവനോട് പറയുന്നു. എപ്പോഴും എനിക്കൊരു ചേട്ടൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇപ്പൊ അത് ശരിക്കും പോലെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇസാന സന്തോഷിക്കുന്നു. അങ്ങനെ ഷീനിച്ചിറോ ഇസാനയും ഒരു റൈഡിന് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ദൂരെ നിന്ന് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കോക്കച്ചോനോട് നീയും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഷീനിച്ചിറോ. ഇത് കേട്ട് ഇല്ലെന്ന് പറയാണ് കോക്കച്ചോ. അങ്ങനെ ഷീനിച്ചിറോയും ഇസാനയും അവിടെ നിന്നും പോകുന്നു. താനൊരിക്കലും അനാഥനല്ല, തനിക്കൊരു ഫാമിലി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഇസാന വളരെയധികം സന്തോഷിക്കുകയാണ്. നിനക്ക് എപ്പോഴൊക്കെ ബോറടിക്കുന്നോ അപ്പോഴൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് ഇതുപോലെ റൈഡൊക്കെ പോവാം എന്ന് പറയുവാണ് ഷീനിച്ചിറോ. അങ്ങനെ ഷീനിച്ചിറോയും ഇസാനയുടെ കൂടെ ഒരുപാട് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നു. രണ്ടുപേരും കൂടി ചേർന്ന് ഒരുപാട് പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഷീനിച്ചിറോടെ പോലെ തന്നെ ഇസാനയെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അവിടെ വന്ന് കോമഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈറ്റർ നീ കൈ വെച്ചോ, ഇത് കൈ പിടിച്ച് ഇത് പൊട്ടാതെ വേണം മറ്റുള്ളവരെ അടിക്കാൻ. മാത്രമല്ല നിന്റെ പഞ്ച് വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ ഷീനിച്ചിറോ പഠിപ്പിച്ചു കൊടുത്ത കാര്യമൊക്കെ ഇസാന കോക്കച്ചോടെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കാണുമ്പോ ഒരുപാടധികം സന്തോഷം തോന്നുന്നുണ്ട് ഇസാന. നിനക്ക് വേണ്ടി ഇപ്പൊ ഒരു ബ്രദർ ഇല്ലേ? അതെ, എന്റെ സിസ്റ്ററെയും പെട്ടെന്ന് എന്നെ കാണാമെന്നാണ് ഷീനിച്ചിറോ എന്നോട് പറഞ്ഞത് എന്ന് ഇസാന പറയുന്നു. എല്ലാം ഇങ്ങനെയാക്കി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ഇസാന ചിന്തിക്കുന്നു. ബൈക്കിനെയൊക്കെ പറ്റി ഷീനിച്ചിറോ ആണ് എനിക്ക് പറഞ്ഞു തന്നതാ. എങ്ങനെ കൂളായിട്ടിരിക്കണം, എങ്ങനെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം, എങ്ങനെ ഫൈറ്റ് ചെയ്യണം, എങ്ങനെയാ ഒരു റൗഡി ആയിട്ടിരിക്കുക എന്നൊക്കെ ഷീനിച്ചിറോ ആണ് എനിക്ക് പറഞ്ഞു തന്നതാ. എന്തിനേറെ പറയുന്നു, എങ്ങനെ ചിരിക്കണമെന്ന് വരെ അവനാ എനിക്ക് പറഞ്ഞു തന്നെ. എന്റെ ബിഗ് ബ്രദർ ഇവൻ എനിക്ക് മാത്രം ഉള്ളതാണ് എന്ന് ഇസാന ചിന്തിക്കുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഇസാന വളർന്ന് ജോലിയിൽ നിന്നും പുറത്തോട്ട് വരുന്നു. കോക്കച്ചോയെ കണ്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് ഇസാന നേരെ ഷീനിച്ചിറോയുടെ അടുത്തോട്ട് പോകുന്നു. അവനെ കണ്ട ഷീനിച്ചിറോ, ഇനുപ്പി ഈ കടയെന്ന് നോക്കണേ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നിന്റെ പുറകിലിരുന്ന് പോവേണ്ടി വരും എന്നൊരു ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ഷീനിച്ചിറോ പറയുന്നു. ഷീനിച്ചിറോ, ബ്ലാക്ക് ഡ്രാഗന്റെ നെക്സ്റ്റ് ലീഡർ ആയിട്ട് ഞാൻ മാറട്ടെ. നിനക്കത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് അറിയാം, പക്ഷേ എനിക്കത് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ഇസാന പറയുന്നു. ഓ, ഇത് ഞാൻ നിന്നോട് പറയണോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ബ്ലാക്ക് ഡ്രാഗൺ എന്റെ ബ്രദേഴ്സ് ടേക്ക് ഓവർ ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം തന്നെ. നീ ഇപ്പൊ അത് വേണോന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ബ്രദറായിട്ടുള്ള മൈക്കിക്ക് എന്ന് ഷീനിച്ചിറോ പറയുന്ന സമയത്താണ് ഷീനിച്ചിറോക്ക് വേറൊരു ബ്രദർ കൂടിയുണ്ടെന്നുള്ള കാര്യം ഇസാനയ്ക്ക് മനസ്സിലാവുന്നത്. ഇത് കേട്ട് അവന്റെ തലയൊക്കെ കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഷീനിച്ചിറോ എനിക്ക് മാത്രമായിരിക്കണം ബ്രദറായിട്ടിരിക്കേണ്ടത് എന്ന് ഇസാന ചിന്തിക്കുന്നു. പിന്നെയും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഷീനിച്ചിറോ എനിക്ക് മാത്രമായിരിക്കണം ബ്രദറായിട്ട് ഉണ്ടാവേണ്ടത്, എന്നാ നിന്റെ കൂട്ടത്തിലെ ഒരാളാ അവനെ കൊന്നേ. കാസിറ്റോറെ പറ്റി പറയുകയാണെന്നുള്ള കാര്യം മൈക്കിക്ക് മനസ്സിലാവുന്നു. എനിക്ക് എന്റെ ബ്രദറെ നഷ്ടപ്പെട്ടതുപോലെ നിനക്കും ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തും. അകത്തൊന്നുമില്ലാത്ത വെറും ഒരു ഷെല്ലാക്കി ഞാൻ നിന്നെ മാറ്റും എന്ന് ഇസാന പറയുന്നു. അതിനു വേണ്ടിയിട്ടാണോ നീ ഹേമയെ കൊന്നേ എന്ന് മൈക്കി ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇസാന അവന്റെ മോന്തക്കിട്ടണം കൊടുക്കുന്നു. എന്റെ കയ്യിൽ നിന്നും നീ എല്ലാം എടുത്തു മാഞ്ചറോ, അതിനുവേണ്ടി ഞാൻ നിന്നെ കൊല്ലാൻ പോവാ എന്ന് ഇസാന പറയാണ്. ഹേയ് മാഞ്ചറോ, നിനക്ക് ഇനിയൊരു ബിഗ് ബ്രദർ ഉണ്ടായ നീ എന്ത് ചെയ്യും എന്ന് ഷീനിച്ചിറോ മൈക്കിയോട് ചോദിക്കുന്നു. ഇനിയൊരു ചേട്ടനോ?
എന്ത് പറ്റി മൈക്കി, ഇത്രയൊക്കെ കഴിവുള്ളോ നിനക്ക് എന്ന് പറഞ്ഞ് മൈക്കി അടിച്ചുകൊണ്ടിരിക്കുവാണ് ഇസാന. മൈക്കിയുടെ കിക്ക് ഇവന്റെ മുകളിൽ വർക്കാവുന്നില്ല. ഒരു പക്ഷേ ഹേമ മരിച്ചതിന്റെ സങ്കടം കൊണ്ടായിരിക്കുമോ എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. മൈക്കി അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നാ ആ ഇസാന അവനേക്കാൾ സ്ട്രോങ് ആണ് എന്ന് ഡ്രാഗണും പറയുന്നു. ഇസാന വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനാണ്. അവൻക്ക് 12 വയസ്സുണ്ടാവുന്ന സമയത്ത് ഒരുപാട് പിള്ളേര് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒരു ദയവില്ലാതെ ഇസാനയെ അവരടിച്ചുകൊണ്ടേയിരുന്നു. ഷീനിച്ചിറ കൊടുത്ത ഒരു ലൈറ്റർ അവര് പൊട്ടിച്ചു കളഞ്ഞു. അന്ന് ഇസാനയുടെ തലയൊക്കെ പൊട്ടി അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നാ അവിടെ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അവനെ അറ്റാക്ക് ചെയ്ത ഓരോരുത്തരെയായി കയ്യും കാലും ഒക്കെ ഒടിച്ചു കളഞ്ഞു. മെയിനായിട്ട് അറ്റാക്ക് ചെയ്തവന്റെ വീട്ടിൽ കയറി അവനെ അടിച്ച് താഴെയിട്ടു. നീ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ഫ്രണ്ട്സ്, നിന്റെ ഫാമിലി എല്ലാവരെയും ഞാൻ ടോർച്ചർ ചെയ്യും എന്ന് ഇസാന അവനോട് പറഞ്ഞു. ഒരുപാട് കാലം ഇസാനയുടെ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ അവൻ സൂയിസൈഡ് ചെയ്തു. ഇസാന ഒരു മോൺസ്റ്റർ ആണ്, കൊല്ലാൻ പോലും അവൻ മടിക്കില്ല എന്ന് കോക്കച്ചോ പറയുന്നു. അപ്പോഴാണ് കിസുക്കി ഫസ്റ്റ് ടൈം ആയിട്ട് അവനെ കാണുന്നത് അവൻ ആലോചിക്കുന്നത്. നിന്നെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് കഷ്ടം തോന്നുന്നു. നിന്റെ ബ്രദർ മരിച്ചത് ആലോചിച്ച് നീ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവാണോ ഇസാന കൊറോക്കോവ എന്ന് കിസുക്കി അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവെൻസിബിൾ മൈക്കി, ഇതാണോ നിന്റെ സ്ട്രെങ്ത് എന്ന് ഇസാന മൈക്കിയോട് ചോദിക്കുന്നു. ടാക്കമിച്ചി മൈക്കിയെ സഹായിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡ്രാഗൺ അവനെ തടയുന്നു. നിന്റെ സ്ട്രെങ്ത് അല്ലേ നിന്റെ എല്ലാം, പിന്നെ എന്തിനാ നിന്റെ ഫ്രണ്ട്സിനെ നീ ഫൈറ്റ് ചെയ്യാൻ വെക്കുന്നത് എന്ന് മൈക്കി അവനോട് ചോദിക്കുന്നു. എന്ത്, അവരൊക്കെ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാമെന്നാണോ നീ വിചാരിക്കുന്നത്? നീ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവരെല്ലാം ജസ്റ്റ് എന്നെ യൂസ് ചെയ്യണോ? വിഷ്യസ് ജനറേഷന് ഒരു ലീഡർ വേണം, അവരതുകൊണ്ട് ജസ്റ്റ് എന്നെ അതിന് വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ്, കോംറേഡ് അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ നിങ്ങളെപ്പോലെ കളിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഇസാന മൈക്കി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇസാനയുടെ മൂവ്മെന്റ്സ് എല്ലാം സ്ലോ ആയി വരുന്നുണ്ടല്ലോ എന്ന് ടാക്കിമിച്ചി പറയുന്നു. മൈക്കിയുടെ ഒരുപാട് കിക്ക് അവൻ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ ടയേർഡായി കാണും എന്ന് പറഞ്ഞ് ഡ്രാഗൺ അവനെ നോക്കുന്നു. ഇസാന, നീ ഒറ്റയ്ക്കാണെന്ന് നീ അങ്ങ് തീരുമാനിച്ചല്ലേ? ഷീനിച്ചിറോയും ഹേമയും മരിച്ചടാ, ഇപ്പൊ നീ ഒറ്റയ്ക്കാണ് എന്ന് ഇസാന പറയുന്നു. അല്ല ഇസാന, എനിക്കൊരു ബിഗ് ബ്രദർ ഉണ്ട്, നിനക്കൊരു യങ്ങർ ബ്രദർ ഉണ്ട് എന്ന് മൈക്കി പറയുന്നു. ഇത് കേട്ട് ഇസാന ആകെ ഷോക്കായിട്ട് നിൽക്കുന്നു. എന്ത്, എനിക്കൊരു ബിഗ് ബ്രദർ കൂടെയോ? അങ്ങനെയാണെങ്കിൽ അത് ഒരുപാടധികം നന്നായിരിക്കും എന്നായിരുന്നു മൈക്കി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇസാന ഷീനിച്ചിറോക്ക് അയച്ച എല്ലാ കത്തും മൈക്കി വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇസാനയ്ക്ക് ആവശ്യം ഒരു ഫാമിലി ആണെന്നുള്ള കാര്യം മൈക്കിക്ക് അറിയാം. നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയും ഉണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ബിഗ് ബ്രദർ എന്ന് മൈക്കി പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഇസാന മൈക്കി അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മൈക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇനി നിന്നെ കൊണ്ട് എന്നെ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൈക്കി അവന്റെ മോന്തക്കിട്ട് ഒറ്റയിട്ടി അങ്ങ് കൊടുക്കുന്നു. ആ ഒറ്റടിയിൽ തന്നെ ഇസാന താഴെ വീഴുന്നു. കുഴപ്പമില്ലല്ലോ മൈക്കി, നീ ശരിക്കും പവർഫുൾ ആണ് എന്ന് പറഞ്ഞ് വീണ്ടും ഇസാന എഴുന്നേക്കുന്നു. എഴുന്നേറ്റ് ഇസാന മൈക്കി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ മൈക്കി, എന്തിനാ ഇസാന നീ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? നീ മനസ്സറിഞ്ഞു വന്നു കഴിഞ്ഞാ ഞാനും ഹേമയും നിന്നെ ബിഗ് ബ്രദർ ആയിട്ട് കാണില്ലായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും നമ്മളൊക്കെ സിബ്ലിങ്സ് അല്ലേ എന്ന് മൈക്കി അവനോട് പറയുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഒരു ദിവസം വരും എന്ന് ഇസാന പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. മിണ്ടാണ്ടിരിക്കടാ, നിനക്കൊന്നും അറിയില്ല എന്ന് ഇസാന അവനോട് പറയുന്നു. എന്തിനാ ഇസാന, എന്തിന് എന്ന് മൈക്കി വീണ്ടും ചോദിക്കുന്നു. ഇതേ ഡയലോഗ് തന്നെ ഷീനിച്ചിറോ ഇസാനയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് ഇസാന, നിന്നോടല്ലേ പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇസാന അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ മൈക്കി വീണ്ടും അവന്റെ മോന്തക്കിട്ടൊന്നും കൊടുക്കുന്നു. ഷീനിച്ചിറോ, ഹേമ അവരെന്തിനാ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഇരിക്കുന്നേ? നീ തോറ്റുപോയി ഇസാന എന്ന് മൈക്കി അവനോട് പറയുന്നു. ഇത് കേട്ട് ഇസാന ഓടിപ്പോയി കിസുകിയുടെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ച് മൈക്കിക്ക് നേരെ ചൂണ്ടുന്നു. ഈ ഫൈറ്റിൽ ഞാൻ തോറ്റു കഴിഞ്ഞാ എനിക്കെല്ലാം നഷ്ടപ്പെടും, എനിക്കെന്ന് പറഞ്ഞ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. മൈക്കി ഇപ്പൊ ഷൂട്ട് ചെയ്യോടാന്ന് പറഞ്ഞ് നിൽക്കുവാണ് ടാക്കമിച്ചി. എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവൻ ചിന്തിക്കുന്നു. ഇസാന, ഇനി മുതൽ നീ ഒറ്റയ്ക്കായിരിക്കും, അതുകൊണ്ട് നീ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് ഇസാനയുടെ അമ്മ പോകുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസാന, നീയോ ആ കിസുക്കിയുടെ പോലെ ആവുകയാണോ എന്ന് ചീഫ് യു ചോദിക്കുന്നു. അവന്റെ കണ്ണ് കണ്ടാൽ അറിയാം അവൻ ഷൂട്ട് ചെയ്യും എന്ന് ഡ്രാഗൺ പറയുന്നു. ശരി, ഷൂട്ട് ചെയ്യേ ഇസാന, അങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് മൈക്കി അവനോട് പറയുന്നു. ഏയ്, നീ മണ്ടനെ പോലെ പറയല്ലേ, അവൻ ശരിക്കും ഷൂട്ട് ചെയ്യും എന്ന് പുറകിൽ നിന്ന് ഡ്രാഗൺ വിളിച്ചു പറയുന്നു. എന്ത് പറ്റി ഇസാന, ഷൂട്ട് ചെയ്യാനാ പറഞ്ഞേ എന്ന് മൈക്കി വിളിച്ചു പറയുന്നു. പെട്ടെന്ന് തന്നെ ഇസാനയുടെ കയ്യിൽ നിന്നും ആ ഗണ്ണ് ആരോ തട്ടി മാറ്റുന്നു. കോക്കച്ചോ ആയിരുന്നു അത്. ഇസാന, മതി, നമ്മൾ തോറ്റു എന്ന് കോക്കച്ചോ പറയുന്നു. ഇത് കേട്ട് ടെൻഷനായി ഇസാന, ഞാനാണിവിടെ കിങ്, നീ എന്റെ സർവന്റ് ആണ്, നീ എന്നെ എതിർക്കുന്നോ എന്ന് ഇസാന അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് കോക്കച്ചോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. നിന്റെ ഈ മാർക്കിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ശരി നീ എന്താ ഇപ്പൊ ചെയ്യുന്നേ
എന്ന് ഇസാന അവനോട് ചോദിക്കുന്നു. എന്റെ അമ്മയും അച്ഛനും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അവർക്ക് വേണ്ടി ഗ്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട, അങ്ങനെ സംസാരിച്ച എല്ലാ കുട്ടികളും നിന്നെയും ബുള്ളിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും എന്ന് പറയുന്ന കോക്കച്ചോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇസാന അങ്ങ് തട്ടുന്നു. ഹേയ്, നീ എന്താ ഈ ചെയ്യുന്നേ? മരിച്ചുപോയവരെ പറ്റി എന്തിനാടാ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പൊ ആരുമില്ല. നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് ആരും നിന്നെ ബഹുമാനിക്കുകയില്ല. നീ ജീവിക്കാൻ വേണ്ടി ഞാൻ നിനക്കൊരു ലക്ഷ്യം തരാം. നീ എന്റെ സർവന്റ് അയക്കൂ. ഞാനാണ് നിന്റെ കിങ്. അന്ന് ഞാൻ ജീവിതം മടുത്ത് സൂയിസൈഡ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. എന്നാ ഇസാനയാണ് ജീവിക്കാൻ എനിക്കൊരു കാരണം തന്നത് എന്ന് കോക്കച്ചോ ആലോചിക്കുന്നു. ഇസാന, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. പക്ഷേ ഒരു ലീഡർ ആയിരുന്നിട്ട് നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നെ കൊണ്ട് അത് കാണാൻ പോലും പറ്റില്ല. എക്സിക്യൂട്ടീവ്സ്, എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഇവനെ അങ്ങ് കൊന്നുകളാ എന്ന് പറയുന്ന ഇസാനയോട്, മതി ഇസാന, നിർത്ത്. ഗാങ്ങിന്റെ ലീഡേഴ്സ് തമ്മിലുള്ള 1-on-1 ഫൈറ്റിൽ നീ തോറ്റുപോയി എന്ന് കോക്കച്ചോ പറയുമ്പോ, വായ മൂട് സർവന്റ്, ഞാൻ ഇനി അവനെ കൂടെ പോയി ഫൈറ്റ് ചെയ്യും. ഇല്ല ഇസാന, ടെൻജിക്കോ തോറ്റുപോയി എന്ന് വീണ്ടും കോക്കച്ചോ പറയുന്നു. വായ മൂടാനാ നിന്നോട് പറഞ്ഞേ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുവാണ് ഇസാന. പെട്ടെന്ന് തന്നെ ഇസാനയുടെ മുഖത്തോട്ട് മുഴുവൻ ബ്ലഡ് തെറിക്കുന്നു. നോക്കുന്ന സമയത്ത് കോക്കച്ചോയെ ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഇത് കണ്ട് മൈക്കിയും ടാക്കിമിച്ചിയും എല്ലാവരും ഷോക്കാവുന്നു. ഇനി എന്റെ വഴിയിൽ തടസ്സം നിൽക്കരുത് എന്ന് പറയാണ് കിസുക്കി. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ ഇവരുടെ ഈ മെന്റാലിറ്റിയാണ്. ഇവിടെ നടക്കുന്നതൊക്കെ സംഭവിച്ചാൽ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന